എങ്ങനെയാണ് കേരളം ഡെവലപ്പ് ചെയ്യേണ്ടത്, ടൂറിസം ബേസ് ചെയ്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. കേരള ടൂറിസത്തിനകത്ത് ബേസിക്കലി വരേണ്ടത് കേരളീയൻ കളിനറിയാണ്. യെസ് ഓർ നോ? കറക്റ്റ് അല്ലേ? എൻ്റെ ചോദ്യം ശ്രീജിത്തിനോട്, കേരളത്തിൽ കേരളീയൻ കളിനറി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ധൈര്യത്തോടെ പറയാം, ഷെഫ് നളൻസ് അക്കാദമി. അതിപ്പോ ധൈര്യത്തോടെ എന്തൊരു അല്ലെ, ഞാനിപ്പോ അതിനകത്ത് ക്രെഡിറ്റ് ആയിട്ടൊന്നും അല്ല കാണുന്നത്. അല്ല, അതൊരു വലിയ തോട്ടാണ് ശരിക്കും. നമ്മുടെ കൾച്ചറും നമ്മുടെ ഫുഡും എൻജോയ് ചെയ്യാൻ വരുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ്, അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തന്റിക് ആയിട്ടുള്ള എന്ത് ഫുഡാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇപ്പൊ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ, താങ്കളുടെ സുഹൃത്ത് ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ താങ്കളുടെ സുഹൃത്ത് ദുബായിൽ നിന്ന് വരുന്നു, ഒരു അറബി ദുബായിൽ നിന്ന് വരുന്നു. ഈ അറബിയും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇവിടുത്തെ കുഴിമന്തിയോ അല്ലെങ്കിൽ ഷവായിയോ ഷവർമയോ. എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഹോട്ടലുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും പാചകക്കാരൻ ബേസിക്കലി നിൽക്കുന്നത് 60 തൊട്ട് 80 തൊട്ട് 90% വരെയും ബംഗാളികളാണ്. കറക്റ്റ്. ശ്രീജിത്തിനെ പോലത്തെ ഒരു വ്യക്തിത്വം കഷ്ടപ്പെട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിച്ച് സമ്പാദിച്ച കാശുമായി ഒരു ബംഗാൾ കിട്ടണ ഷവർമ ചെയ്ത് എന്ന് പറയുന്നിടത്ത് പോയി നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ദുരവസ്ഥയൊന്ന് ചിന്തിച്ചു. എക്സാക്ട്ലി. ഒരു സ്റ്റാൻഡർഡൈസേഷൻ, അറ്റ്ലീസ്റ്റ് ഒരു ക്ലീൻലിനെസ് ഉള്ളൊരു ഒരു ഷെഫ്, ഇല്ലെങ്കിൽ ഒരു കോമി സ്റ്റാൻഡേർഡിലുള്ള ഒരാൾ, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു 10-20 വർഷം കൊണ്ട് ഈ ഫീൽഡിലുള്ള ഒരാൾ മൊത്തം നിൽക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇന്നിപ്പോൾ കാഷ്യറിൽ വരെ ബംഗാളി എത്തിയിട്ടുണ്ട്. ഈ വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ആസാമികളായാലും ശരി, ആരായാലും ശരി, ഇവരൊക്കെ വൃത്തിയും വെടുപ്പും ഉള്ളവരെയാണോ നിർത്തിയേക്കുന്നത്? ഇവരൊക്കെ കുളിക്കുമോ എന്ന് വരെ എനിക്ക് ഡൗട്ടാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് മുറ്റം തൂത്ത് വൃത്തിയാക്കാനും പാത്രം കഴുകാനും. പക്ഷേ ഇന്നത്തെ റെസ്റ്റോറൻറ്റുകൾക്ക് വേറെ നിവൃത്തിയില്ല. ഒരു മലയാളിയെ നമ്മൾ ജോലിക്ക് എടുത്താൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, രണ്ടേയും തന്ന അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, ലീവ് എടുക്കുകയാണ്. ഇവർ ഗൾഫിലാണെങ്കിൽ എടുക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും തർക്കിക്കാനോ, ഞാൻ എൻ്റെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, ഇപ്പം ഹോസ്പിറ്റലിൽ പോലെ തന്നെ എൻ്റെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അവർക്ക് എൻ്റെ സ്നേഹമുണ്ടോ ഇല്ലയോ, ഞാൻ അവരെ കാണുന്ന എൻ്റെ സഹോദരന്മാരായിട്ടാണ്, സഹോദരിമാരുമായിട്ടാണ്. അവർക്ക് നന്മ വരണം. ഉബണ്ടുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഓഫ് യു ഹു ഐ ആം. അതൊരു ആഫ്രിക്കൻ പ്രോവർബാണ്. ബിക്കോസ് ഓഫ് യു ഹു ഐ ആം. ഇതാണ് തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. പലരും വിചാരിക്കും അറിവാണ് വലുതെന്ന്. ശരിയല്ലേ? അറിവാണോ വലുത്, തിരിച്ചറിവാണോ വലുത്? തിരിച്ചറിവ്. ഇതായിരുന്നു പണ്ട്. മാമൻ എന്ന തിരിച്ചറിവ്, അമ്മ എന്ന തിരിച്ചറിവ്, പൊന്നുപെങ്ങൾ എന്ന തിരിച്ചറിവ്, വലിയേട്ടൻ എന്ന തിരിച്ചറിവ്, കൊച്ചച്ഛൻ, കുഞ്ഞമ്മ എന്ന തിരിച്ചറിവുകൾ. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവുണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലേ? കറക്റ്റ്. എല്ലാവരും സ്മാർട്ടാണ്. എന്തിനാ സ്മാർട്ട് ആവേണ്ട ആവശ്യം? ഇന്ന് എൻ്റെ ഇരിക്കുന്ന മൊബൈൽ ഫോണിന് എന്നെക്കാട്ടിയും 1000 മടങ്ങ് സ്മാർട്ടാണ്. നിങ്ങൾ വയസ്സാണോ? നിങ്ങൾ ക്രിയേറ്റീവാണ്, നിങ്ങൾ ഡിഫറൻ്റ് ആണ്. ഇത് മൊബൈലിന് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും കുട്ടികളെ തന്നെ സ്കൂളിൽ വിട്ടിട്ട് കാണാൻ പഠിപ്പിക്കുക. ശ്രീജിത്ത് എഴുതി വെച്ചു, അടുത്ത 10 വർഷം ഇല്ലെങ്കിൽ 15 വർഷത്തിൽ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം മാറും. പിന്നെ എന്തായിരിക്കും അവർ പഠിപ്പിക്കുന്നത്? വാട്ട് ടു ഈറ്റ്, ഹൗ ടു ഈറ്റ്, വെൻ ടു ഈറ്റ് എന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസം. കാരണം നിങ്ങൾക്ക് ആർക്കും എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല. നിങ്ങൾക്ക് ബാക്കിയെല്ലാം മൊബൈലിൽ കിട്ടും. കുട്ടികൾ ഇനിയിപ്പോൾ ഇത് കഴിച്ച്, നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണ്, മക്കൾ ഇതെല്ലാം മൊബൈലിലുണ്ടെന്ന് തന്നെ കരുതിക്കോ. ഇത് കഴിക്കണ്ടേ? സ്കൂളുകളിൽ വലിയ വലിയ കിച്ചണുകൾ വരും. അവിടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് പറയുന്നതായിരിക്കും സിലബസ്. താങ്കളെ മക്കളെ കൊണ്ടാക്കുമ്പോൾ രാവിലെ മുട്ടയും പാലും, ഉച്ചയ്ക്കത് മറ്റേത് കുറച്ച്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനി മൊബൈലിലായി. അപ്പോൾ താങ്കൾക്ക് ഇപ്പം ഇന്ത്യയുടെ ക്യാപിറ്റലോ ഇല്ലെങ്കിൽ ഇപ്പം അടുത്ത ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററോ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിക്കുകയും വേണ്ട, പ്ലീസ് ടെൽ മീ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ഇൻ എ സെക്കൻഡ്, റൈറ്റ്? സോ എൻഡ് ഓഫ് ദ ഡേ your education will change. From your brain it will move to gut intelligence. Guts. ഒരാളെ പിടിക്കുമ്പോൾ എന്താ പറയുന്നത്? ഗട്ട്സ് ഉണ്ടെങ്കിൽ തൊറ എന്നല്ലേ പറയുന്നത്? എക്സാക്ട്ലി. അതെന്താ അങ്ങനെ പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആ ഒരു ചങ്കുറപ്പ് എന്നുള്ള ഒരു ഇത് മാത്രമേ എടുക്കാറുള്ളൂ. ഗട്ട്സ് മീൻസ് സ്റ്റൊമക്ക്. ഗട്ട്സ് ഇന്റലിജൻസ്. ദാറ്റ് ഈസ് ദ പ്രൈമറി ഇന്റലിജൻസ്. ഒരു ബനാന വയറ്റിലേക്ക് വീഴുന്ന മുഹൂർത്തത്തിൽ ഗട്ടാണ് ചിന്തിക്കുന്നത്. അത് സെക്കൻഡ്സിനകത്ത് എവിടെ എന്താ മാഗ്നീഷ്യം ഇങ്ങനെ മാറണം, ഇങ്ങനെ മാറണം, ഗ്ലൂക്കോസ് ഇങ്ങനെ മാറണം, സെക്കൻഡ്സ്. അല്ലാണ്ട് വയറ്റിലിട്ട് 24 മണിക്കൂർ ഇരുന്ന് ആലോചിച്ച് എന്നാൽ പിന്നെ ഇച്ചിരി ബ്രെയിന് കൊടുക്കാം, എന്നാൽ ഇച്ചിരി മസിൽ, നത്തിങ്. സോ ഗട്ട് ഇൻ്റലിജൻസ്
ഇത് മാറും. ഇപ്പൊ AI എന്നൊക്കെ പറഞ്ഞ് പോകുന്ന എല്ലാം മാറിയിട്ട് ഇറ്റ് വിൽ കം ഇൻ ടു യുവർ ഗട്ട് ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്, വേർ വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങൾ. ഈ ഗട്ട് ഇന്റലിജൻസിന്റെ എഡ്യൂക്കേഷൻ അതിന് വരാൻ പോകും. യെസ്. ഇപ്പൊ അതിന് ഡയറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഇതെല്ലാം മാറും. താങ്കളുടെ കുട്ടികളെ കാരണം വീട്ടിൽ ഇരുന്നപ്പോൾ കഴിക്കുന്നോന്ന് അറിയില്ല. താങ്കൾക്ക് ജോലിക്ക് പോകണം, താങ്കളുടെ വൈഫിന് ജോലിക്ക് പോകണം. ഒരു ജോലിക്കാരനെ എഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ 1000 റുപ്പീസ് കൊടുക്കാണ്ട് ആരും ജോലിക്ക് വരില്ല. 30,000 അതിന് മാറ്റുന്നതിലും വേഗം നമ്മൾ വീട്ടിൽ ഇരുന്നവർക്ക് വിഷമം വെച്ച് കൊടുക്കുന്നതല്ലേ അല്ലേ? കേരളത്തിൽ ലേബർ കോസ്റ്റ് ഭയങ്കര ഹൈയാ. അപ്പോൾ എന്ത് ചെയ്യും? സ്കൂളിൽ കൊണ്ടാക്കും. സ്കൂളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വരും. അപ്പോൾ മക്കൾ രാവിലെ ബ്രോക്കലി കഴിച്ചു, അവർ കഞ്ഞി കുടിച്ചു അല്ലേ? ഇതായിരിക്കും ഇനി അച്ഛനും അമ്മയും. കാരണം താങ്കൾ മനസ്സിലാക്കേണ്ട, താങ്കളുടെ മക്കൾ എന്തുമാത്രം എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ബ്രീഡ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാടോ ഇതെല്ലാം സമ്പാദിക്കുന്നത്? ഒരു പട്ടിയെ വാങ്ങിക്കുമ്പോഴും ശ്രീജിത്തെ രക്തം നോക്കി വാങ്ങിക്കണമെന്നല്ലേ പറയുന്നത്? ജെനറ്റിക്സ്, യുവർ ഫുഡ് ഡിഫൈൻസ് ഇറ്റ്. അവിടാണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇച്ചിരി മുമ്പേ, ഇപ്പോൾ ടൈം ട്രാവൽ എന്ന് പറഞ്ഞത് സമയത്തിന് മുമ്പേ ഇച്ചിരി ട്രാവൽ ചെയ്യുന്നു. ഞാനിവിടെ കഴുകി ഉണക്കിയ മുളക് പൊടിയും ശുദ്ധമായ വെളിച്ചെണ്ണയും ഇതെല്ലാം നോക്കിയാണ് നാടൻ കോഴി വറുത്തരച്ചതും എല്ലാം വെച്ചിട്ട് ഞാൻ ഫുഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്നേ. നീ എന്ത് ചെയ്യുന്നു അത് നിന്നിലേക്ക് വരുമെന്നാണ്. എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എൻ്റെ കർമ്മങ്ങൾ ക്ലെൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ക്ലെൻസ് ചെയ്യാണ്ട് ഞാനിപ്പോൾ കുറേ ടേസ്റ്റ് എൻഹാൻസറും കുറച്ച് മീറ്റ് ടെൻഡറൈസറും ഇതും എല്ലാം ഇട്ടിട്ട് താങ്കളോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത എനിക്കാനായിട്ട് ഞാൻ എന്തോ മാന്ത്രികനാവും. മനസ്സിലാവുന്നില്ല. ഈ ടെൻഡറൈസ് ചെയ്യാനും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ എങ്ങനെ പറ്റുന്നു? ഈ പാക്കറ്റ് ഫുഡ് താങ്കൾ മനസ്സിലാക്കേണ്ടത്, സിംഗപ്പൂരിലും ജപ്പാനിലും ഒക്കെ കുട്ടികൾക്ക് ബാൻ ചെയ്തിരിക്കാം. താങ്കളൊരു പാക്കറ്റ് ഫുഡ് വാങ്ങിച്ച് താങ്കൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ബേസിക്കലി പോയ്സൺ ആണോ കൊടുക്കുന്നത്? അതൊരു ക്രൈം അല്ലേ? ഇവിടുത്തെ പല ഫിസി ഡ്രിങ്കിൻ്റെയും റേഷ്യോ, ഷുഗർ റേഷ്യോ എടുത്താൽ അതിൻ്റെ 50% ഉള്ളു സിംഗപ്പൂരിൽ. എന്താ കാര്യം? അതേ കമ്പനി അവിടെ 10%, ഇവിടെ അതിൻ്റെ ഡബിൾ % അടിച്ചാൽ നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഇതുണ്ടല്ലേ? ചോദിക്കുക, നമുക്ക് ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഈ ഹെൽത്തി നേഷൻ എന്ന് പറയുന്നതാണ് ഒരു വെൽത്തി നേഷൻ. എക്സാക്ട്ലി അല്ലേ? താങ്കൾ ഇപ്പം സ്മാർട്ടായിട്ടുണ്ട്, ഞാൻ സ്മാർട്ടായിട്ടുണ്ട്, എനിക്ക് 2 മക്കൾ ജനിച്ചു. അതൊക്കെ എൻ്റെ പിതൃക്കൾ ചെയ്ത പുണ്യമാണ്. എൻ്റെ പിതൃക്കൾ ചെയ്ത പുണ്യമാണ്, എൻ്റെ അല്ല. ഞാൻ കഴിക്കുന്നതാണ് എൻ്റെ മകൻ, എൻ്റെ മകൻ കഴിക്കുന്നതാണ് കമ്മിങ് ജനറേഷൻ. അപ്പം ഫുഡല്ലേ കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യേണ്ടത്. കറക്റ്റ്. ഈ എഡ്യൂക്കേഷനാണ് as a food scientist or as an educator in being into this hotel industry, I love to inform people.